നേമത്ത് ബി.ജെ.പി അക്കൌണ്ട് തുറക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പൂട്ടിയ അക്കൌണ്ട് അങ്ങനെ തന്നെ ഉണ്ടാകും. ഇടത് സ്ഥാനാർത്ഥി പാർട്ടിയും മുന്നണിയും നിശ്ചയിക്കുന്ന വ്യക്തിയായിരിക്കും നേമത്ത് മത്സരിക്കാൻ എത്തുക. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന്റെ ശൈലിയല്ലെന്ന് മന്ത്രി പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, നേമത്ത് അക്കൌണ്ട് തുറക്കുക അത്ര എളുപ്പമല്ല എന്നല്ലേ മന്ത്രി പറയുന്നത്? അതെ സുജയ, അത് തന്നെയാണ് മന്ത്രി പറയുന്നത്. നേമത്ത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലത്തിൽപ്പെട്ടതാണ്. 40,000-ലധികം മുകളിൽ വോട്ട് കൂടിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് മത്സരിക്കുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആരായിരിക്കും അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിന്റെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷെ ഒറ്റ പേര് മാത്രമാണ് വന്ന് ഉയർന്നിരുന്നത്. അതാ മന്ത്രി വി ശിവൻകുട്ടിയുടെ തന്നെയായിരുന്നു. വി ശിവൻകുട്ടി വീണ്ടും മത്സരിക്കും നേമത്തെ എന്നുള്ളത് തന്നെയായിരുന്നു ചർച്ചയായി ഉയർന്നിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ മന്ത്രി തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പാർട്ടിയും മുന്നണിയും ചേർന്ന് തീരുമാനിക്കുന്നതാണ്. ഈ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയത CPMന്റെ ശൈലിയല്ല എന്നുള്ളതാണ് ഇന്ന് വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ല എന്നതുകൂടി ഈ ഫേസ്ബുക്കിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല, അത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കില്ല എന്നുള്ളത് തന്നെയാണ് CPMും ഇടത് കേന്ദ്രങ്ങളും പറയുന്നത്. പക്ഷേ ഇത്തവണ നേമത്ത് ഒരു അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബി.ജെ.പി പ്രവർത്തനം തുടരുകയും ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം നേമം മണ്ഡലത്തിൽ ഉൾപ്പെട്ട വാർഡുകളിൽ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഏതായാലും വി ശിവൻകുട്ടി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സുജയ. ഓക്കെ, സുനിഷ അയലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.